മലങ്കരമാർഗ്ഗം. ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം എന്ന രീതിയിൽ ഈ ഡിസംബർ 25 എന്നുള്ള ഈ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് തന്നെ ഈ 25 തന്നെയാണോ ക്രിസ്തുമസ്? ഡിസംബർ 25 തന്നെയാണ് ഞാൻ പറഞ്ഞു. ഡിസംബർ 25 തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവ്, ഒരു പ്രൂഫ് വാട്സപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിനൊരു തെളിവ് എന്നുള്ളതാണ് ചോദിച്ചത്. ഡിസംബർ 25 ആണ് ക്രിസ്മസ് എന്നുള്ളതിന് ഒരു തെളിവല്ല, 1000 തെളിവുകളാണുള്ളത്. ഈ സഭയെ സംബന്ധിച്ച് പൂർവികമായി അപ്പോസ്തോലിക സഭകൾ അവരുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. ഇപ്പോ ഇത് പുതിയതായി വന്നിട്ടുള്ള സഭകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് ഇതേക്കുറിച്ച് അറിവില്ല. അപ്പം കേവലമായ അഭ്യൂഹങ്ങൾ അവർ പരത്തുന്ന ഈ പറഞ്ഞ ചില ആളുകൾ പറയുന്നത് യേശു ജനിച്ചത് മാർച്ചിലായിരുന്നു, ചില പറയും സെപ്റ്റംബറിലായിരുന്നു. ഇപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ആഘോഷമാണ് എന്നൊക്കെ ചില. അങ്ങനെയല്ല. ക്രിസ്തുമസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് പുരാതന കാലം മുതൽ ആഘോഷിക്കുന്നതാണ്. ഈ ആഘോഷത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ്, ദ ഏർലിയസ്റ്റ് എവിഡൻസ്, ഏറ്റവും ആദ്യം ക്രിസ്തുമസ് ആഘോഷിച്ചതിന്റെ തെളിവ് നമുക്ക് കിട്ടുന്ന AD 128 അത് പോപ്പ് ടെലസ്ഫോറോസ് ക്രിസ്തുമസ് ആഘോഷിച്ചതിന്റെ തെളിവ്. പോപ്പ് ടെലസ്ഫോറോസ് എന്ന് പറഞ്ഞാൽ റോമൻ സഭയുടെ 7ാമത്തെ ബിഷപ്പാണ്. ദ 7th ബിഷപ്പ് ഓഫ് റോമൻ ചർച്ച്, പോപ്പ് ടെലസ്ഫോറോസ്. അന്ന് പോപ്പ് എന്നുള്ള പേരില്ല കേട്ടോ, പിന്നെ നമ്മൾ പറയുന്നതേ. അന്ന് റോമിലെ ബിഷപ്പ് ടെലസ്ഫോറോസ് അദ്ദേഹം ഈ ക്രിസ്തുമസ് ആഘോഷിക്കുക മാത്രമല്ല, ക്രിസ്തുമസിന്റെ പാതിരാ കുർബാന അർപ്പിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുമസിന്റെ പാതിരാ കുർബാനയുടെ പാരമ്പര്യം 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണ്. അതിന്റെ തെളിവ് AD 128 128 എന്ന് പറയുമ്പോൾ എങ്ങ് പോയി നിന്ന് നോക്കണം, അങ്ങ് 2nd സെഞ്ചുറിയിൽ ബിഗിനിങ്ങിലാണ്. അപ്പൊ അതിന്റെ തെളിവ് അത്ര ഏർലിയസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ ആ പാരമ്പര്യമുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ തെളിവ്. ഈ ക്രിസ്തുമസ് വിരോധികൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുമസ് ആഘോഷം 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. മിനിമം 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്നുള്ളത്. പിന്നെ പ്രസക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ജെറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിന്റ് ജെറോം എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ലാറ്റിൻ വുൾഗാത്ത എന്ന് പറഞ്ഞ ബൈബിളൊക്കെ തർജ്ജിമ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 ക്രിസ്തുമസ് ഡിസംബർ 25. എന്നിട്ട് അതേ ഒരു കാര്യം കൂടെ കൂട്ടി, ഇത് ഞങ്ങൾക്ക് പൗലൂസ് പത്രോസ് ശ്ലീഹന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ് എന്ന് ജെറോം പറഞ്ഞിട്ടുണ്ട്. ഇത് സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ഈ ജെറോമിന്റെ ഈ പ്രസ്താവന. ഇനി മറ്റൊരു തെളിവ് പറയണമെങ്കിൽ ഹിപ്പോലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്. ഹിപ്പോലൈറ്റിസ് എന്ന് പറയുന്ന സഭാപിതാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയ കമന്ററി, ആ കമന്ററിയിൽ ഡിസംബർ 25 ക്രിസ്തുമസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് AD 204 എഴുതിയ കമന്ററിയാണ്, AD 204. അതുപോലെ തന്നെ തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് റോമൻ രജിസ്ട്രേഷൻ ആർക്കൈവ്സ് പരിശോധിച്ചിട്ട് ഡിസംബർ 25 യേശു ജനിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിൻ മാർട്ടിയറിന്റെ 1ാമത്തെ അപ്പോളജിയായിൽ അദ്ദേഹം ഡിസംബർ 25 ക്രിസ്തുമസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം റോമൻ പബ്ലിക് ലൈബ്രറിയിലെ സെൻസസ് റെക്കോർഡ്സുകളിൽ പ്രകാരം ഡിസംബർ 25 ക്രിസ്തു ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് ഇൻകോംപ്രിഹെൻസിബിൾ നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസംഗത്തിലാണ്. ഇൻകോംപ്രിഹെൻസിബിൾ നേച്ചർ ഓഫ് ഗോഡ് അത് AD 386 ഡിസംബർ 20 നടത്തിയ പ്രസംഗമാണ്. ഇപ്പൊ സാജു പാസ്റ്റർ ഒരു കാര്യം ഓർക്കണം, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പെന്തക്കോസ്തിലെ സഭയിലെ പാസ്റ്റർ പ്രസംഗിച്ച എന്നാന്ന് ഈ ആഴ്ച ചോദിച്ചറിയത്തില്ല. കഴിഞ്ഞ മാസം പ്രസംഗിച്ച എന്നാണെന്നത് ഇത് AD 386 ഡിസംബർ 20 ജോൺ ക്രിസോസ്റ്റം പ്രസംഗിച്ച എന്തായിരുന്നു ടോപ്പിക് എന്നും ആ കണ്ടന്റ് സഭ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സേവറിയസ് പാത്രിക്കീസ് AD 367 ഈസ്റ്ററിന് അത്തനേഷ്യസ് പ്രസംഗിച്ച എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലം മുതൽ പ്രസംഗത്തിന്റെ പോലും വള്ളിപുള്ളി റെക്കോർഡ് ചെയ്യുന്ന ഒരു സഭാ പാരമ്പര്യം നമുക്കുള്ളത്. അങ്ങനെ പിഴയ്ക്കാത്ത ഒരു സഭയ്ക്ക് ഈ ഡേറ്റിന്റെ കാര്യത്തിൽ പിഴവ് സംഭവിച്ചെന്ന് പറയുന്നത് പരമാബദ്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത് AD 386 ഡിസംബർ 20 പ്രസംഗത്തിൽ ആ പ്രസംഗത്തിന്റെ ടോപ്പിക് ഇൻകോംപ്രിഹെൻസിബിൾ നേച്ചർ, ദൈവത്തിന്റെ അഗ്രാഹ്യ സ്വഭാവം എന്ന പ്രസംഗം ജോൺ ക്രിസോസ്റ്റം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റോമൻ ആർക്കൈവ്സിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ 25 നമ്മുടെ കർത്താവ് ജനിച്ചത്. ഇനി സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറയുന്ന ബിഷപ്പ്, സിറിൽ എന്ന് പറയുമ്പോൾ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞൊരു ബിഷപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് സിറിൽ ഓഫ് ജെറുസലേം, അത് വേറൊരാളാണ്. ഈ സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറയുന്ന സഭാപിതാവ് മാർപ്പാപ്പയ്ക്കൊരു കത്തയക്കുന്നുണ്ട് പോപ്പ് ജൂലിയസിന്. ഈ യേശുക്രിസ്തു ജനിച്ച തീയതി എന്നെ ഒന്ന് അറിയിക്കണം, റോമൻ ആർക്കൈവ്സ് നോക്കിയിട്ട്. പോപ്പ് ജൂലിയസ് റോമൻ ആർക്കൈവ്സ് പരിശോധിച്ച് സിറിലിന് അയച്ച മറുപടി കത്തിൽ ഡിസംബർ 25 കർത്താവ് ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. ടൈറ്റസ് ജെറുസലേം തകർക്കുമ്പോൾ ഈ സെൻസസ് റെക്കോർഡ്സ് മുഴുവൻ ടൈറ്റസ് റോമിലേക്ക് കൊണ്ടുപോയി. യേശുക്രിസ്തു ജനിച്ചപ്പോ സെൻസസിൽ രേഖപ്പെടുത്തി എന്നുള്ളതിന് ബൈബിളിൽ തെളിവുണ്ട്, അതിനാർക്കും തർക്കമില്ലല്ലോ. അതായത് യേശു ജനിക്കുമ്പോൾ പേർവഴി ചാർത്താൻ വേണ്ടിയാണ് മറിയവും ജോസഫും പോയത്. സോ റെക്കോർഡഡ് ആയിട്ടാണ് യേശു ജനിച്ചതെന്ന് തിരുവെഴുത്തി പറയുമ്പോൾ ഒരു റെക്കോർഡും ഇല്ലെന്ന് പറയുന്നവന്മാരെ പേര് വിളിക്കേണ്ട എന്നാ?
യേശു ജനിച്ചത് ഈ മരത്തെ തൂങ്ങിക്കിടന്ന് അന്ന് മായക്കാഴ്ചയായിരുന്നെന്നും യേശുവിന്റെ ജനനം എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നത്. യേശുവിന്റെ ജനനം വ്യക്തമായിട്ട് റോമൻ റെക്കോർഡിൽ രേഖപ്പെടുത്തി എന്ന് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ആ റോമൻ റെക്കോർഡ് അനുസരിച്ച് പുരാതന സഭകൾ ഡിസംബർ 25-നാണ് യേശു ജനിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയും അന്ന് മുതൽ അത് ആഘോഷിച്ച് പോരുകയും ചെയ്യുന്നുണ്ട്. അത് ഇറ്റ് വാസ് അവൈലബിൾ ടു ഓൾ റോമൻ പബ്ലിക്. അത് റോമൻ പബ്ലിക് ലൈബ്രറിയിലാണ് ആ സെൻസസ് റെക്കോർഡ്സ് വെച്ചിരുന്നത്, അല്ലാതെ അത് രഹസ്യമൊന്നും ആയിരുന്നില്ല. ഇനിയും തെളിവുകൾ പറയാനുണ്ട്. ഇത് തന്നെ മോർ ദാൻ ഇനഫ്.